പിങ്ക് ഒക്ടോബർ എന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള മാസമല്ല. പുരുഷന്മാർക്ക് സ്ഥാനാർബുദം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? നമുക്കിതേക്കുറിച്ച് ഡോക്ടറോടൊന്ന് ചോദിക്കാം. സർ, പുരുഷന്മാരിലും സ്ഥാനാർബുദം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈയിടെയാണ് അറിഞ്ഞത്. ഇതേക്കുറിച്ച് സാറൊന്ന് വിശദീകരിക്കാമോ? സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും ബ്രസ്റ്റ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ സ്ത്രീകളിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പുരുഷന്മാരിൽ അത് ഡെവലപ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരിലും സ്ഥാനാർബുദം ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിൻ്റെ സാധ്യത കുറവാണ്. നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ 100 ബ്രസ്റ്റ് ക്യാൻസർ എടുത്താൽ അതിൽ 2 എണ്ണമാണ് പുരുഷന്മാരിലുണ്ടാകുക. കാരണം അവരിലെ ബ്രസ്റ്റ് ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിലും ഉണ്ടാവാറുണ്ട്. സർ, ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അതേപോലെ ഇവർക്കും മാമോഗ്രാം എടുക്കേണ്ടി വരുമോ? സ്ത്രീകളുടെ പോലെ തന്നെയുള്ള അതേ ലക്ഷണങ്ങൾ തന്നെയാണ് പുരുഷന്മാരിലും ഉണ്ടാവുക. പ്രധാനമായിട്ടും വേദനയില്ലാത്ത മുഴകൾ, അല്ലെ സ്കിൻ ചേഞ്ചസ്, സ്കിന്നിൽ തടിപ്പുണ്ടാവുക, നിപ്പിൾ അകത്തേക്ക് വരിക, നിപ്പിൾ റിട്രാക്ഷൻ, അല്ലെങ്കിൽ നിപ്പിളിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിൻ്റെ ഡിസ്ചാർജ് വരിക. ഇതാണ് പ്രധാന പുരുഷന്മാരിലും രോഗലക്ഷണമായിട്ട് വരുന്നത്. പുരുഷന്മാരിൽ റെഗുലറായിട്ട് നമ്മൾ മാമോഗ്രാം ചെയ്യാറില്ല, പക്ഷേ പരിശോധനയുടെ ഭാഗമായിട്ട് പുരുഷന്മാരിൽ നമ്മൾ മാമോഗ്രാം ചെയ്യാറുണ്ട്. സർ, ഈ പുരുഷന്മാരിലെ സ്ഥാനാർബുദ ചികിത്സയെക്കുറിച്ചൊന്ന് പറയാമോ? സ്ത്രീകളുടെ സ്ഥാനാർബുദം പോലെ തന്നെയാണ് പുരുഷന്മാരുടെ സ്ഥാനാർബുദവും ചികിത്സിക്കുക. നമ്മൾ ബയോപ്സി എടുക്കും, സ്റ്റേജ് ചെയ്യും, അതിനുശേഷം സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, ഹോർമോൺ തെറാപ്പി. ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജ് ഫോർ സ്റ്റേജ്, അതായത് സ്ത്രീകളിൽ ഏത് സ്റ്റേജിലാണോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അതേ രീതിയിൽ തന്നെ പുരുഷന്മാരിൽ ഏത് സ്റ്റേജാണോ അത് വെച്ചിട്ട് ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ് പുരുഷന്മാരുടെ സ്ഥാനാർബുദത്തിനും ചികിത്സയ്ക്കായി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്.